നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചെടി ചതുരക്കള്ളി. യൂഫോർബേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം യൂഫോർബിയ ആൻറ്റിക്കോറം എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ വജ്രം, വജ്രകണ്ഠിക എന്നൊക്കെ പറയുന്നു. ഇന്ത്യയിൽ പൊതുവെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 600 മീറ്റർ ഉള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണിത്. ഈ ചെടി 3 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒന്നാണ്. ധാരാളം വശങ്ങളോട് കൂടിയ ഒരു ചെടിയാണിത്. കാണ്ഡങ്ങളിൽ നിന്നും ചെടിയുടെ ഇലകളിൽ നിന്നും തീക്ഷ്ണ സ്വഭാവവും പാല് പോലെ നിറത്തിലുമുള്ള കറകൾ വരാറുണ്ട്. ഇലകൾ വളരെ കുറച്ച് കാണുന്ന ഒരു ചെടിയാണിത്. ഏകാന്തരമായിട്ടാണ് ഇതിൻ്റെ ഇലകൾ വിന്യസിച്ചിരിക്കുന്നത്. പുഷ്പം എന്ന് പറയുന്നത് ഏകലിംഗിയും അപൂർണവുമാണ്. ഒരു പെൺപുഷ്പത്തിന് ചുറ്റുമാണ് ആൺപുഷ്പങ്ങൾ കണ്ടുവരുന്നത്. ഇളം പച്ച കലർന്ന വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. വലിയ പുഷ്പമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുമാത്രമല്ല നിറയെ കേസരങ്ങളുള്ള ഒരു പുഷ്പമാണിത്. ഇതിൻ്റെ ശാസ്ത്രീയനാമത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിൻ്റെ രാസഘടകം യൂഫോർബിയം എന്നതാണ്. 35% ഇതിനകത്ത് യൂഫോർബിയം അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കറ, വേര്, തണ്ട്, ഇല എന്നിവ വിഷമയമുള്ളതാണ്. വിഷൌഷധി ഗണത്തിലാണ് ആയുർവേദത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കറകളിലാണ് ഏറ്റവും കൂടുതൽ വിഷശക്തി കണ്ടുവരുന്നത്. കറയിൽ അത് പുറത്ത് തേച്ച് കഴിഞ്ഞാൽ നീറ്റൽ അനുഭവപ്പെടാറുണ്ട്. അകത്തേക്ക് കഴിക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് വരെ ദോഷം സംഭവിക്കാറുണ്ട്. ഛർദിയും വയറിളക്കവുമാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അതുമാത്രമല്ലാതെ ചിലപ്പോൾ മോഹാലസ്യം വരെ സംഭവിക്കാറുണ്ട്. ഇത് കണ്ണിൽ പതിച്ചാൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ആയുർവേദ പ്രാധാന്യങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ ചതുരക്കള്ളി ഈ കള്ളിവർഗത്തിൽപ്പെട്ടതാണ്. പല വിധത്തിലുള്ള കള്ളികളുണ്ട്. ഇതിനെല്ലാം ഈ പാല്, അതിൻ്റെ കറയാണ് ഏറ്റവും പ്രധാനം. ഈ പാല്, ഈ അരിമ്പാറ, അതുപോലെ ഈ പാലുണ്ണി, പിന്നെ ഈ കട്ടിയായി വരുന്ന ഈ മാംസങ്ങൾ ഇങ്ങനെ തടിച്ചിരിക്കുന്ന ചില ഫ്രക്കിൾസ് ഫോർമേഷൻ്റെ, ഇതിനെല്ലാം ഇതിൻ്റെ പാല് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പിന്നെ ഇത് ഈ ശോധന കുറവായ ആൾക്കാർക്ക് വിരേചനത്തിനായിട്ട് ഇതിൻ്റെ ഈ പാലൊരു 1 ടീസ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു ജാതി ആനച്ചൊറി എന്ന് പറഞ്ഞാൽ ഈ ലൈക്കൻ പ്ലാനസ് പോലെ ഈ ഗജചർമ്മം എന്ന് പറഞ്ഞ രോഗമുണ്ട്. ഈ ആനയുടെ തൊലി പോലെ കട്ടിയായിട്ടുണ്ടാവുക. ഈ എക്സിമയുടെ ഒരു അവസാനത്തെ സ്റ്റേജാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ കള്ളി അരച്ച് തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറും, അതിൻ്റെ കട്ടിയും കുറയും.